ഒടുവിൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി, ജയിലിലും. എന്നിട്ടും ആരോപണങ്ങളും കഥകളും അവസാനിക്കുന്നില്ല. കുറ്റം ആരോപിക്കപ്പെട്ടിട്ടും നീണ്ട കാലയളവിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ ജയിലിലായിട്ടും വിവാദങ്ങൾക്കും കഥകൾക്കും കുറവ് വന്നിട്ടില്ല. അറസ്റ്റിന് പിന്നാലെ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന കഥകളാണ് 140 ന്യൂസ് ക്രൈം ന്യൂസ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. പീഡനം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സാമ്പത്തിക ചൂഷണത്തിനും ഇരയാക്കിയെന്നാണ് അതിജീവത പറയുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുതൽ ഫ്ളാറ്റ് വരെ രാഹുൽ പലതവണയായി യുവതിയിൽ നിന്ന് വാങ്ങുകയും ആവശ്യപ്പെടുകയും ചെയ്തതായി യുവതി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. പുറത്ത് യാത്ര ചെയ്യുന്നത് കൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്നും ബ്രാൻഡഡ് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ട രാഹുൽ പിന്നീട് അത് വാങ്ങിക്കൊടുക്കാൻ പറയുകയായിരുന്നു. ഇത് പ്രകാരം ബ്ലൂ കളറിലുള്ള ഫോസിലിന്റെ വാച്ചും ഷാംപൂവും കണ്ടീഷണറും സൺസ്ക്രീനും ഓൺലൈനിലൂടെ വാങ്ങിക്കൊടുത്തുവെന്നാണ് യുവതി പറയുന്നത്. 10,000 രൂപ ചെരുപ്പ് വാങ്ങാൻ അയച്ചു കൊടുത്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആഹാരം പോലും കഴിക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് 10,000 രൂപ രാഹുലിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകാൻ ഫെന്നി നൈമാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ചെയ്തുവെന്നും മൊഴിയിൽ പറയുന്നു. MLA ആയപ്പോൾ പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാമെന്നും 2 പേരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാമെന്നും പറഞ്ഞു. രാഹുൽ നൽകിയ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ 1.14 കോടിയാണ് ഫ്ളാറ്റിന്റെ വില പറഞ്ഞത്. അത്രയും പണം തന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞതോടെ അക്കാര്യം വിട്ടെന്നും യുവതി പരാതിയിൽ പറയുന്നു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരുടെയും ചാറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 3 BHK ഫ്ളാറ്റ് വാങ്ങണമെന്ന് രാഹുൽ പറയുമ്പോൾ 2 BHK പോരെയെന്ന യുവതി ചോദിക്കുന്നത് ചാറ്റിൽ കാണാം. അതാകുമ്പോൾ നല്ല സ്പേസ് ഉണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകുന്നുണ്ട്. 12ാം നിലയിലെ ഫ്ളാറ്റ് വാങ്ങാനുള്ള പ്രപ്പോസൽ പങ്കുവച്ചായിരുന്നു സംസാരം. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴാണ് മാങ്കൂട്ടത്തിൽ അടുപ്പം സ്ഥാപിച്ചതെന്നാണ് 3ാമത്തെ പീഡന പരാതി നൽകിയ യുവതി പറയുന്നത്. വിവാഹമോചിതയായി വന്നാൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. 2024 ഏപ്രിൽ 8 ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. 3 മണിക്കൂറോളം അതിക്രൂരമായി പീഡിപ്പിച്ചു. പീഡനശേഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണെന്ന പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ചെരുപ്പും അടിവസ്ത്രങ്ങളും വാങ്ങിപ്പിച്ചു. ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അധിക്ഷേപിച്ചു. പോയി DNA പരിശോധിക്കാൻ പറഞ്ഞു. ഇതിനിടെ ഗർഭം അലസിയ ശേഷം രാഹുൽ വീണ്ടും സൗഹൃദം തുടങ്ങി. 2024 ഏപ്രിൽ 26 വടകരയിൽ ഫ്ളാറ്റിൽ വരാൻ ആവശ്യപ്പെട്ടെന്നും മൊഴിയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്നത് പാലക്കാട് നഗരത്തിലെ KPM ഹോട്ടലിലാണ്. ഇവിടെ വെച്ചാണ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതും. നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ നീലപ്പെട്ടി വിവാദമുണ്ടായതും ഇതേ ഹോട്ടലിലാണ്. പാലക്കാട് വരുമ്പോൾ KPM ഹോട്ടലിലാണ് രാഹുൽ പതിവായി മുറിയെടുക്കാറുള്ളത്. MLA ആയപ്പോൾ ഫ്ളാറ്റ് വാങ്ങി. എന്നാൽ നിരന്തരമായ ലൈംഗിക പീഡന പരാതികളെ തുടർന്ന് ഫ്ളാറ്റിലെ താമസക്കാർ രാഹുൽ ഫ്ളാറ്റിൽ താമസിക്കുന്നതിനെ എതിർത്ത് രംഗത്തെത്തി. കുന്നത്തൂർമേട്ടിലെ വീടാണ് രാഹുലിന്റെ MLA ഓഫീസായി പ്രവർത്തിക്കുന്നത്. ഇവിടെ സ്റ്റാഫുകൾ ഇടയ്ക്ക് താമസിക്കാറുണ്ട്. ഫ്ളാറ്റ് ഒഴിഞ്ഞ ശേഷം പാലക്കാട് എത്തുമ്പോൾ രാഹുൽ KPM ഹോട്ടലിലാണ് താമസം. ഒരു ദിവസം ഏകദേശം 2,000 രൂപയാണ് മുറിയുടെ വാടക. തൊട്ടടുത്ത MLA ഓഫീസ് ഉണ്ടായിട്ടും താമസം KPM ഹോട്ടലിൽ മാത്രം എന്തെന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തം.